കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 16. രചന ശാലിനി ഇ. അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ തൻ്റെ റൂമിലിരിക്കുമ്പോഴാണ് റിസപ്ഷനിസ്റ്റ് സിന്ധു ജോലിയുടെ അഡ്രസ്സ് ഡോക്ടർ സൂരജിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത്. താങ്ക്സ് സിന്ധു. തിരിഞ്ഞു നടക്കുകയായിരുന്ന സിന്ധുവിൻ്റെ നേർക്ക് നോക്കി ചിരിച്ചും കൊണ്ട് സൂരജ് നന്ദി അറിയിച്ചു. പ്രത്യേക തരത്തിൽ ചിരിച്ചും കൊണ്ട് അവൾ കൺകൂണിലൂടെ സൂരജിനെ നോക്കി. മാതകസുന്ദരി. അവൻ്റെ നാവിലന്നേരം സ്ഥാനം പിടിച്ചത് ആ വാക്കുകളായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ ആ അഡ്രസ്സ് അച്ഛന് മെയിൽ ചെയ്തു. അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ് കിടക്കാനായി റൂമിൽ വന്നതാണ് കാളിദാസ്. വെറുതെ ബെഡിൽ കിടന്നുകൊണ്ടവൻ ഇരു കൈകളും തലയ്ക്ക് പിന്നിൽ പിണച്ചു വെച്ചു. എന്താണെന്നറിയില്ല, കുറച്ചു നേരമായി മനസ്സിൽ തെളിയുന്നത് ഒരു മുഖമാണ്. കറുത്ത ചുരുണ്ട നീളമുള്ള മുടിയും മഞ്ഞസാരിയും, പിന്നെ നെറ്റിയിലെ ആ മുറിവും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന നുണക്കുഴിയും. കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ രൂപത്തെ കുടഞ്ഞെറിയാൻ എന്നോണം കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് കാളിദാസ് തലയൊന്ന് കുടഞ്ഞു. ഇന്ന് പെട്ടെന്നവളെ ആ സാരിയെടുത്ത് കൺമുന്നിൽ കണ്ടപ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു സ്പാർക്കുണ്ടായില്ലേ? +1 കാലഘട്ടം മുതൽ പല പല പെൺകുട്ടികളുമായി അടുത്തിടപഴകിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അവരുടെ പ്രസൻസ് തൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല. അവരെയെല്ലാം ഫ്രണ്ട്സ് എന്ന പരിധിക്കപ്പുറം കടക്കാൻ താൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള തനിക്ക് ഇന്ന് രാവിലെ മുതൽ എന്താണ് സംഭവിക്കുന്നത്? തനിക്ക് അവളോട് പ്രണയം തോന്നുന്നുണ്ടോ? ഇന്നലെ ഫംഗ്ഷൻ കഴിഞ്ഞ് അവളി വീട്ടിൽ നിന്നും പോയത് മുതൽ തുടങ്ങിയതാണ് തൻ്റെ ഉള്ളിലെ ഈ വാഗ്വാദം. ആരാണ് തനിക്കവൾ? പ്രണയം തോന്നുന്നുണ്ടോ എന്ന് മനസ്സിൻ്റെ ഒരു ഭാഗം ചോദിക്കുമ്പോൾ മറുഭാഗം ഇല്ലെന്ന് പറയാൻ മുറവിളി കൂട്ടുന്നു. എന്നാൽ അവളുടെ നെറ്റിയിലെ മുറിവ് കൺമുന്നിൽ തെളിയുമ്പോൾ മനസ്സിൽ വല്ലാത്ത വേദന നിറയുന്നു. തൻ്റെ അശ്രദ്ധ മൂലം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന ചോദ്യം ഉള്ളിൽ നിന്നും ഉയരുമ്പോൾ ഹൃദയത്തിനുള്ളിലുണ്ടാകുന്ന വിങ്ങൽ താങ്ങാനാവുന്നില്ല. തൻ്റെ മനസ്സിനെ ഇത്രയധികം സ്വാധീനിക്കാൻ അവളിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? ഇവരുടെ അതേ മുഖം തന്നെയല്ലേ മറ്റേ പെൺകുട്ടിക്കും? അവളെയല്ലേ താൻ ഇന്ന് ആദ്യമായി കണ്ടത്? തൻ്റെ ഉള്ളിലൊരു ചെറുചലനം പോലും സൃഷ്ടിക്കാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല എന്നതും അവൻ ഓർത്തു. അവൻ വലത് കരമെടുത്ത് ഇടത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു. ഇവിടെ എന്താണിപ്പോൾ നടക്കുന്നത്? അരുതാതൊന്നും കയറ്റിവെക്കല്ലേ ഹൃദയമേ. ഇതുവരെ പ്രണയം കൊണ്ടുള്ള വേദനകൾ എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഒരുത്തിക്ക് വേണ്ടിയും ഈ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ തുറക്കാൻ പോകുന്നില്ല. നിൻ്റെ മുന്നിൽ അറിയാതെ പോലും ഇനി ഞാൻ കടന്നു വരില്ല. നിൻ്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നു. നിന്നിൽ അടിമപ്പെട്ടു പോകുമോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നു. എനിക്ക് മുന്നിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്നിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞാൽ ഉറപ്പായും എൻ്റെ മാർഗങ്ങൾക്ക് തടസ്സം നേരിടും. കാളിദാസ് അത് അനുവദിച്ചു തരില്ല. അവൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്നു. പെട്ടെന്നാണ് വാട്സാപ്പിൽ മെസ്സേജ് വന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. കൈയെത്തിച്ച് ഫോൺ എടുത്തു നോക്കുമ്പോൾ ബാലുവിൻ്റെ മെസ്സേജാണ്. കുറേ ഫോട്ടോസ് വന്ന് കിടക്കുന്നുണ്ട്. ഫോട്ടോ ഓപ്പൺ ചെയ്തതും കണ്ണിലുടക്കിയത് തനിക്കരികിൽ ജോല നിൽക്കുന്ന ഫോട്ടോയാണ്. ബാലു കൈപ്പിടിച്ച് വലിച്ചപ്പോൾ വീഴാൻ പോയ താൻ ബാലൻസ് ചെയ്ത് പിടിച്ചത് അവളുടെ തോളിലാണ്. ഫോട്ടോ കാണുമ്പോൾ താൻ അവളോട് ചേർന്ന് നിന്ന് അവളെ ചേർത്ത് പിടിച്ച പോലെയാണ്. ആ ഫോട്ടോയിലെ 4 പേരും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ പോലെ. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. ആദ്യമായി അവളെ കണ്ട രംഗമായിരുന്നു അവൻ്റെ മനസ്സിലന്നേരം. അവൾ പറഞ്ഞ വാക്കുകൾ തന്നിൽ തീർത്ത ദേഷ്യവും കോപവും ചെറുതായിരുന്നില്ല. ആ ദേഷ്യവും നിറഞ്ഞ കണ്ണുകളിലൂടെയാണ് താൻ അന്നവളെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ മുഖം തൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിച്ചു എന്നതാണ് സത്യം. ഒറ്റ കാഴ്ചയിൽ തൻ്റെ മനസ്സിലവൾ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്ന് രാവിലെ അവളുടെ അപരയെ കാണേണ്ടി വന്നു. അവൻ വീണ്ടും ആ ഫോട്ടോയിലൂടെ കണ്ണോടിച്ചു. അതിന് താഴെ വന്ന് കിടക്കുന്ന ബാലുവിൻ്റെ വോയിസ് മെസ്സേജ് അപ്പോഴാണ് കാളിദാസിൻ്റെ കണ്ണിലുടക്കിയത്. അവനത് പ്ലേ ചെയ്തു. കാളി, എന്തു വാങ്ങിയാടാ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചിങ്ങനെ കാണാൻ? ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെ. നിങ്ങളുടെ ഡ്രസ്സും എന്ത് മാച്ചാണ്! മെറൂൺ ഷർട്ടും കസവുകര മുണ്ടും, കസവിൻ്റെ കളറുള്ള മഞ്ഞ സാരിക്ക് മെറൂൺ കളർ ബോർഡർ, അതേ മെറൂൺ കളർ ബ്ലൗസും. ആഹാ, എത്ര മനോഹരം! അതിന് മറുപടിയായി കണ്ണു പൊട്ടുന്ന തെറിയായിരുന്നു കാളിദാസിൻ്റെ റിപ്ലൈ. അവൻ ആ ഫോട്ടോസ് എല്ലാം മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു കിതപ്പോട് കൂടി ഫോൺ ബെഡിലേക്കിട്ടിട്ട് വലത് കൈതണ്ട കണ്ണിന് മീതെ വെച്ചുകൊണ്ടങ്ങനെ അനങ്ങാതെ കിടന്നു. കിടപ്പിനൊടുവിൽ അവനറിയാതെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി.
4 മണിക്ക് അലാറം അടിച്ചപ്പോഴാണ് അവൻ ഉണർന്നത്. ഫോണെടുത്ത് അലാറം ഓഫ് ചെയ്യുമ്പോൾ സ്വയം അറിയാതെ തന്നെ അവൻ്റെ വിരലുകൾ വാട്സാപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോഴാണ് താൻ ആ ഫോട്ടോസെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായത്. തെല്ല് നിരാശയോടെ ഫോൺ വയ്ക്കുമ്പോഴാണ് ബാലുവിൻ്റെ മെസ്സേജ് വന്ന് കിടക്കുന്നവൻ കാണുന്നത്. നോക്കുമ്പോൾ ഒരു ഫോട്ടോയാണ്. അത് ജോലിയുടെ തനിച്ചുള്ള ഫോട്ടോ. താഴെ ഗാർഡനിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ്. നിറയെ പൂത്തു നിൽക്കുന്ന പൂക്കൾക്ക് നടുവിൽ ഒരു മഞ്ഞ ശലഭമായി അവൾ അതിലേക്ക് നോക്കിയിരിക്കെ ആ ചിത്രം അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നുറങ്ങുന്നത് അവൻ അറിഞ്ഞു. അവൻ്റെ ഫോണിലെ വാൾപേപ്പർ ആയി ആ ഫോട്ടോസ് മാറിയത് നിമിഷങ്ങൾക്കുള്ളിലാണ്. ഒരിക്കലും പരസ്പരം ചേരുവാൻ ഇടയില്ലാത്ത 2 വ്യക്തികൾ. എൻ്റെ ഇഷ്ടം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കട്ടെ, ആരും അറിയാതെ, അവൾ പോലും അറിയാതെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കട്ടെ. അവൾ മറ്റൊരാൾക്ക് സ്വന്തമാകുമെന്നറിയുന്ന നിമിഷം ഫോണിൽ നിന്നും ഈ ഫോട്ടോ ഞാൻ നീക്കം ചെയ്തിരിക്കും. അതുവരെ മാത്രം ഇതെൻ്റെ മനസ്സിലും എൻ്റെ ഫോണിലും ചേർന്നിരിക്കട്ടെ. അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. അതിനുശേഷം വർക്കൗട്ട് ചെയ്യാനായി മുകളിലെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് കോളേജിലെത്തിയ ജ്വാല തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം കാർത്തികയോട് പറഞ്ഞു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ആ സാരി ഉടുക്കരുതെന്ന്. ഇപ്പോൾ എന്തായി, നാണം കെട്ടില്ലേ? നീ എങ്ങനെ അങ്ങരുടെ മുഖത്തേക്ക് നോക്കി പെണ്ണേ? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അയ്യേ, എനിക്ക് ഓർക്കാനേ വയ്യ. കാർത്തിക ഇരുകൈ കൊണ്ടും മുഖം പൊത്തിപ്പിടിച്ചു. ഹൃദയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് അപ്പോൾ തന്നെ ആ കുട്ടിയെ കാണണമെന്നായി. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ജ്വാല കാർത്തികയും കൂട്ടി കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. ജ്വാലയെ കണ്ടതും ഹൃദയ ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. കാർത്തികയ്ക്ക് മാത്രമല്ല, ഹൃദയയുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ആ കാഴ്ച ഒരു അത്ഭുതമായിരുന്നു. കുറച്ചുനേരം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ജ്വാല കാർത്തികയും കൊണ്ട് തിരിച്ചു വന്നത്. എങ്ങനെയാണ് ജ്വാല നിങ്ങൾ 2 പേരും ഒരുപോലെയായത്? നിങ്ങളെ കണ്ടാൽ ഇരട്ടകളില്ലെന്ന് ആരും പറയില്ലടി. അത്രക്കുണ്ട് സാമ്യം. ഇക്കാര്യം നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞോ? ഇല്ല, എനിക്കെന്തോ പറയാൻ തോന്നിയില്ല. ഇന്നെന്തായാലും പറയണം. രാത്രിയിൽ പറഞ്ഞതുപോലെ ജ്വാല ഹൃദയെ കുറിച്ച് സത്യനാഥയോടും സുനന്ദയോടും പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞതിൻ്റെ ഗൗരവമെന്നും 2 പേർക്കും മനസ്സിലായതുമില്ല. കാഴ്ചയിലെ സാമ്യം പലർക്കും പലതരത്തിലുള്ള തോന്നലുകളാണ്. ഒരാൾക്ക് തോന്നുന്നത് പോലെ ആയിരിക്കില്ല അടുത്തയാൾക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഒരേപോലെയുള്ളവർ 7 പേര് എന്നല്ലേ കണക്ക്. സത്യനാഥൻ്റെ മനസ്സിലെ ചിന്തകൾ ഈ രീതിയിൽ പോയതെങ്കിലും സുനന്ദ അതിനത്ര പ്രാധാന്യം കൊടുത്തില്ല എന്നതാണ് സത്യം. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. എല്ലാ ദിവസവും രാവിലെ ജ്വാല ചിറ്റൂർ മംഗലത്ത് തറവാട്ടിലെ കാളിന്തിയെ ട്യൂഷൻ എടുക്കാൻ ചെല്ലും. ചില ദിവസങ്ങൾ മാത്രമേ അവൾ കാളിദാസിൻ്റെ മുൻപിൽ ചെന്നുപെട്ടിട്ടുള്ളൂ. എന്നാൽ കാളിദാസ് അവളെ കണ്ട ഭാവം വെച്ചതുമില്ല. പിന്നിൽ വരുന്ന ബാലു ആകട്ടെ ജ്വാലയ്ക്കൊരു പുഞ്ചിരി കൊടുത്തേ കടന്നു പോകാറുള്ളൂ. ആ പുഞ്ചിരിക്കൊരു മറുപുഞ്ചിരി അവൾ കൊടുക്കാറില്ല. ഒരു കടുവയും കടുവയുടെ ശിങ്കിടിയും. അതാണ് അവരെ കാണുമ്പോൾ അവളുടെ മനസ്സിൽ തോന്നുന്ന ഭാവം. അന്ന് ഞായറാഴ്ചയായിരുന്നു. കോളേജില്ലാത്തതിനാൽ അന്ന് അമ്പലത്തിൽ പോകാൻ ജ്വാല തീരുമാനിച്ചു. ആപ്സാരി എടുത്ത് സ്കൂട്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ടാക്കാൻ നോക്കുകയപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. സത്യനാഥ് രാവിലെ തന്നെ കാറുമെടുത്ത് എങ്ങോട്ടോ പോയതിനാൽ അവൾ അമ്പലത്തിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. അമ്മേ, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, ഞാൻ അമ്പലത്തിലേക്ക് നടന്നു പോയിട്ട് വരാം. അവൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവിടെയും ഇവിടെയും തട്ടിത്തിരിഞ്ഞ് നിൽക്കാതെ വേഗം പോയിട്ട് വാ. എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നു. പിന്നെ കാണുന്നവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കേണ്ട. അത്യാവശ്യത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ട് വേഗം ഇങ്ങ് വാ, അല്ലെങ്കിൽ ഇന്ന് രാത്രിയാവും അമ്പലത്തിൽ നിന്ന് വരാൻ. അമ്മയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ നിന്നാൽ ഇന്ന് അമ്പലത്തിൽ പോക്ക് നടക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് സുനന്ദ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൾ വേഗം ഇറങ്ങി നടന്നു. ഞായറാഴ്ച ആയതിനാൽ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവളുടെ ഇഷ്ടദേവനായ കൃഷ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഭഗവാന് മുന്നിൽ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സ് ഏകാഗ്രമായിരുന്നു. 3 തവണ പ്രദക്ഷിണം വെച്ച് വന്നതിന് ശേഷം അർച്ചന കഴിച്ചതിൻ്റെ പ്രസാദം അവൾ കയ്യിലേക്ക് വാങ്ങി. അതിൽ നിന്നൊരു തരി ചന്ദനമെടുത്ത് നെറ്റിയിൽ തൊട്ട് 2 പുഷ്പം മുടിയിലും വെച്ച് തിരിയുമ്പോഴാണ് അവൾ അവരെ കാണുന്നത്. മാധവും ഹൃദയയും ശ്രീകോവിലിൽ മുന്നിൽ നിന്ന് തൊഴുതുകൊണ്ട് പ്രദക്ഷിണം വെക്കാൻ ഒരുങ്ങുകയായിരുന്നു അവർ. ജ്വാല, ഇവിടെ നിൽക്ക്, ഞങ്ങളിപ്പോൾ പ്രദക്ഷിണം വെച്ച് വരാം. ഹൃദയ അത് പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ കയ്യും പിടിച്ച് ധൃതിയിൽ പ്രദക്ഷിണം വയ്ക്കാൻ നടന്നു. അവൾ ആ പ്രസാദവും കയ്യിൽ പിടിച്ച് ആൽത്തറയ്ക്കരികിലേക്ക് നീങ്ങി നിന്നു.
5 മിനിറ്റ് കഴിഞ്ഞതും അവർ പ്രദക്ഷിണം വെച്ച് തിരിച്ചു വന്നു. ജോല, നീ ഇന്ന് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ. നമുക്ക് ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഏട്ടൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരും. ഹൃദ്യ ജോലയുടെ കൈ പിടിച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല. വീട്ടിലെത്താൻ വൈകിയാൽ അമ്മ വഴക്ക് പറയും. ജോല വെപ്രാളത്തോടെ പറഞ്ഞു. നിന്റെ കയ്യിൽ ഫോണില്ലേ ജോല? അമ്മയെ വിളിച്ച് പറയൂ, കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന്. എന്തെങ്കിലും പറഞ്ഞ് നീ ഞങ്ങളുടെ കൂടെ വാ. ഹൃദ്യ കെഞ്ചുന്നത് പോലെ പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ പറയേണ്ടെന്ന് അറിയാതെയായി. മാധവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും അതേ ഭാവമാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് അച്ഛനെ വിളിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ ജ്വാല സത്യനാഥനെ വിളിച്ചു വിവരങ്ങൾ പറഞ്ഞു. അമ്പലത്തിൽ വെച്ച് കോളേജിനൊപ്പം പഠിക്കുന്ന കുട്ടിയെ കണ്ടെന്നും ഇന്ന് അവളുടെ പിറന്നാളായതിനാൽ അവളുടെ അച്ഛനും അമ്മയും കൂടെ ചെല്ലാൻ നിർബന്ധിക്കുകയാണെന്നും ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പോകാനുള്ള അനുമതി കൊടുത്തു. അമ്മയോട് അച്ഛൻ തന്നെ പറയണം, ഞാൻ പറഞ്ഞാൽ അമ്മ വഴക്ക് പറയുകയുള്ളൂ എന്ന് പറഞ്ഞതും അതെല്ലാം ഓക്കെ എന്നയാൾ അവൾക്ക് വാക്കുകൊടുത്തു. അതോടെ മാധവിൻ്റെ കാറിൽ ജ്വാല അവൾക്കൊപ്പം അവരുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.